ഹേ ഗെയിമേഴ്സ്, എല്ലാ കുട്ടികളും ദേവാസത്തിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ ഷോപ്പ് പണിയാൻ പോകും, നമ്മുടെ വുഡ് ഷോപ്പ്. അതൊക്കെ മുന്നേ നമുക്കൊരു വുഡിൻ്റെ ഒരു ഓർഡർ അടിച്ചിരുന്നു. അതാണ് മല്ലുപിള്ളേരെ നമുക്ക് അടുത്തടുത്ത് വരുന്നുള്ളൂ. മല്ലുപിള്ളേരെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു 10 സ്റ്റാക്ക് ഓക്കിലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കാൻ വന്നാണ്. കുറേ നേരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വെച്ചിട്ട് അങ്ങനെ പിന്നെ നമ്മുടെ സ്വന്തം സുഡോണ്ണൻ വന്നിട്ടുണ്ട് കേസൊക്കെ. വെറുതെ നമ്മുടെ ആൾക്കാർ അങ്ങനെ വെറുതെ വന്നിട്ട് സുഡോണ്ണൻ സെലിബ്രിറ്റി വരെ ഫസ്റ്റ് ലോഞ്ചിൻ്റെ ടൈമിലും സുഡോണ്ണൻ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഇപ്പോൾ വെറുതെ കയറിയിരിക്കുകയാണ്. നമുക്ക് ടൈമിൻ്റെ ഒക്കെ കൊടുക്കുക സുഡോണ്ണൻ. അപ്പോൾ കുറേ നേരം ഞാൻ നിൽക്കണം ഇവിടെ മല്ലുപിള്ളേരുടെ ഇപ്പം പ്രാന്ത്. ഈ ചെക്കാണെങ്കിൽ എനിക്ക് ലാഗുണ്ട്, നെറ്റ് ലാഗുണ്ട്, ചെറിയ നെറ്റ് ലാഗുണ്ട്. അതിനിടയിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യണത്. പിന്നെ കേസ് ചെറിയ നോയ്സ് ഉണ്ടാവും, എന്താ അതൊക്കെറിയില്ല, ചെറിയ നോയ്സ് ഉണ്ടാവും. അതിലൊന്ന് ക്ഷമിക്കുക. ഓക്കെ, ചെറിയ എന്തൊരു നോയ്സ് ഉണ്ട്, എന്താണെന്ന് മനസ്സിലാവുള്ളക്ക് എന്താ അറിയില്ല. ഓക്കെ, അത് വിട്ടു കുഴപ്പമില്ല. ഞങ്ങൾ വീഡിയോ ഇതാക്കി ഞങ്ങളും ഓടിക്കളി കളിക്കുക. നമുക്ക് വേഗം വുഡ് എടുത്ത് ഓർഡറാം, വീട്ടിൽ പോകണം. എന്നൊരു കുറേ ഗ്രൈൻഡിങ്ങിലാണ് നമ്മളുള്ളത്, മനസ്സിലായി കേസ്. ഓക്കെ, പിന്നെ നമ്മളെ സ്വന്തം ആളാൻ്റെ മാത്രം നമ്മൾ വന്നത് കേസ്, അല്ലെങ്കിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്തൊക്കെ തരും. അപ്പോൾ നമുക്ക് 10 സ്റ്റാക്ക് കൊടുത്തേക്ക്. നമുക്ക് എന്താ ഉണ്ടാവുക അറിയില്ല. അപ്പോൾ അവൻ നമുക്ക് പ്രൈസ് വേണം. ഓക്കെ, അപ്പം ഞങ്ങൾ അതൊക്കെ ഒരു ടൈം ലാപ്സ് വേണ്ട കേസ്. ഓക്കെ, പ്രൈസ് എന്തൊക്കെ ശരിക്കും ഉണ്ടാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അവന് ഫസ്റ്റ് ഞാൻ പറഞ്ഞു 12 പറഞ്ഞാൽ എൻ്റെ പ്ലാൻ അത് കുറച്ച് മെല്ലെ മെല്ലെ ലാസ്റ്റ് 10 കൊടുക്കുന്ന പറഞ്ഞല്ലോ. പക്ഷേ അവൻ 12 പറഞ്ഞപ്പോൾ എനിക്ക് 3 സ്റ്റാക്ക് കയറുന്നൊരു 7 സ്റ്റാക്ക് എടുത്തിട്ട് പോയി. ഓക്കെ, അത് ലാസ്റ്റ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ചെറിയ ടൈം ലാപ്സ് പറഞ്ഞു. നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഓടി കളിക്കുക, അടിക്കുക, അതൊക്കെ പരിപാടികൾ. ഓക്കെ ഓക്കെ കേസ്, വോയിസ് ഓവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ ടൈമിൽ നമുക്ക് പറയാൻ കുറേ കാര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒന്നും പറയാൻ വോയിസ് ഓവർ ഇല്ല കേസൊക്കെ. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കില്ലളിക്കൂടത്തിൻ്റെ മറ്റേ ഷോപ്പിൽ നമ്മൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങുന്നുണ്ട്. പിന്നെ നമുക്ക് ആറവിനെ നമ്മളെ മേലെ കയറിയിരിക്കുന്നുണ്ടല്ലോ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് നിങ്ങൾ ടൈം ഉണ്ടല്ലോ. ഓക്കെ കേസ്, ചെറിയ ലാഗ് ഉണ്ട്. അത് കയറിയത് പാടെ അങ്ങനെ ഇതാക്കണുണ്ട് കേസ്. അപ്പോൾ ഇതാണ് പ്ലോട്ട് വരുന്നത്. ഞാൻ പക്ഷേ കേസ് ചെയ്തത് ഈ എൻ്റെ സൂപ്പർ ബോബിൻ്റെ പ്ലോട്ടും എൻ്റെ പ്ലോട്ടും കൂടി ഒപ്പാക്കിയിട്ട് ഒരു ബിൽഡ് ഉണ്ടാക്കിയത്. കാരണം അതാണ് ഉണ്ടായത്. കാരണം അത്യാവശ്യം വലിയ ബിൽഡ്. ഞാൻ ഫസ്റ്റ് വെച്ച് കേസ് ചെറിയ ബിൽഡാണ്. പക്ഷേ എനിക്ക് ഈഗോ കയറി. കുറേ പേരൊക്കെ വലിയ ബിൽഡ് ഉണ്ടാക്കി. അപ്പോൾ ഈഗോ കയറിയിട്ടാണ് വലിയ ബിൽഡ് ഉണ്ടാക്കിയത്. അതാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ചെറിയ ലാഗ് ഉണ്ട്. അത് കയറിന് എന്തോ പ്രശ്നം, റെക്കോർഡിങ്ങിന് എന്തോ പ്രശ്നമാണ്. ഓക്കെ, നമ്മൾ മെയിൻ വുഡ് പോലെ ചെറിയ ബ്ലോസാണ്. അപ്പോൾ അത് കണ്ടില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു പ്ലാനിലാണ് നമ്മൾ പ്ലാൻ. ഓക്കെ ഓക്കെ, സോ അതാണ് വരുന്നത്. ഞാൻ കൂടുതൽ പറഞ്ഞ ചടങ്ങുള്ള കേസ്. ഓക്കെ, ഞാൻ ഈ ക്യാമറ പ്രാന്ത്. ഓക്കെ, ഞാൻ ഫുള്ളായി ബിൽഡിങ്ങിലെ വേഗം അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂട്ട് കേസ്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ബിൽഡ് വരുന്നത് കേസ്. എങ്ങനെയുണ്ട്? പേട സാധനമല്ലേ? ഒരു പടകൂടാരം പട അതല്ല, കൂറ്റൻ ബിൽഡ് കേസ്. ഒരു അടിപൊളി കൂറ്റൻ ബിൽഡ് നമ്മൾ സെറ്റാക്കിക്കുന്നത് കുറേ ഗേസ്. പിന്നെ ഞാൻ ഈ വുഡിൻ്റെ ഈ ടെക്സ്ചറും അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് ബ്രാഞ്ചസൊക്കെ. ബാക്കി ലീവ്സ് നമ്മുടെ സൂപ്പർ ബോബും ഡോജ് ലീവ്സും നമ്മുടെ ടീമേറ്റ്സ് ആയിട്ടുള്ള ഡോജ് ലീവ്സും സൂപ്പർ ബോബും നമ്മൾ സഹായിച്ചു. സോ സ്മോൾ ഷോട്ട് ടു അവർ ടീമേറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്ചറൊക്കെ അത്യാവശ്യം ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന എൻ്റെ ഒരു ഊഹം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായി അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഭയങ്കര സപ്പോർട്ട് കുറവാണ് എനിക്കിപ്പോൾ. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇതാണ് ലീവ്സ് വരുന്നത്. നമുക്ക് കുറച്ചധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. അതാണ് ഇത്ര ടൈം വീഡിയോ വരാൻ. നമ്മൾ കുറേ നേരം ഇരുന്നിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാറിന് മെസ്സേജ് ചെയ്യുന്നു. കാറിന് നമ്മൾ റിപ്ലൈ കൊടുത്തേക്കാം. ഓക്കെ, കാർവിന് കേസ് നമുക്ക് ബ്ലാക്ക് മാർക്കറ്റിന് കാർവിന് ബ്ലാക്ക് മാർക്കറ്റിന് ടോട്ടം വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ബ്ലാക്ക് മാർക്കറ്റിന് ടോട്ടം വാങ്ങുന്നത് ഭയങ്കര വലിയ ബിസിനസ്മാനാണ്. ഓക്കെ ഗേസ്, പിന്നെ നിങ്ങൾക്ക് ഷെയ്ഡറും അങ്ങനത്തെ വല്ല കുറച്ചധികം ഷെയ്ഡേഴ്സ് ഇപ്പോൾ നമ്മൾ ഹൊറിസോണിൽ വന്നിട്ട് പുതിയതായിട്ട്. സോ നിങ്ങൾ അത് പോയി ചെക്ക് ചെയ്യുക. പുതിയ അടിപൊളി ഷെയ്ഡേഴ്സും പുതിയ അടിപൊളി കുറേ ഒപ്റ്റിമൈസേഷൻ പാക്സൊക്കെ കൂടുതൽ കുറേ വേഷം വന്നിട്ടുണ്ട്. കുറേ അധികം വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സാധനം വന്നത്. ഞങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി സാധനം വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല, കഴിഞ്ഞ ടൈം ഇട്ടിട്ടില്ല. അടിപൊളി സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്തൊക്കെ മറക്കരുത്. ഓക്കെ, ഉറപ്പായി ചെയ്തോ, നിങ്ങൾ മറക്കരുത്. ഞാൻ വീണ്ടും പറയുന്നത്. ഓക്കെ, സോ ഗൈസ്, ഞാൻ ഒന്നും കാണിച്ചു തരാം. ഇതാണ് വേൾഡ്. നമുക്ക് ഉള്ളിലേക്ക് പോകുന്ന ഒന്ന് കാണിച്ചു തന്നെ. ഓക്കെ, വേറെ ഒന്നുമല്ല.
ഞാൻ വീണ്ടും വീണ്ടും എല്ലാവർക്കും കാണിച്ചില്ല, കാരണം നിങ്ങളിനി കണ്ടില്ല പറയരുത്, കണ്ടില്ല കേട്ടില്ല പറഞ്ഞിട്ട് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ വലുതായിട്ടൊന്നും ചെയ്തില്ല, അത്യാവശ്യം കുറച്ച് കാര്യം മാത്രമേ നമ്മൾ ലൈറ്റപ്പും പിന്നെ കുറച്ച് ഡിസൈൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് ബുക്ക് ആൻഡ് കൂലൊക്കെ വിളിച്ചിട്ട് നമ്മൾ വെറുതെ ഒരു ഷോ ഓഫ്. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് സ്പ്രൂസ് ലോക്ക് ഉണ്ട്, അത്യാവശ്യം നമ്മൾ സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്, അത്യാവശ്യം എല്ലാം നമ്മൾ സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. ഓക്ക് ലോക്ക് ഉണ്ട്, ഡാർക്ക് ഓക്ക് ലോക്ക് ഉണ്ട്, പിന്നെ നമ്മുടെ ബിർച്ച് ലോക്ക് ഉണ്ട്, അങ്ങനെ കുറേ സാധനം നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എന്ത് കേസ് പിന്നെ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഷോപ്പിംഗ് ആണ്, അങ്ങനെ ഒരു കാര്യമാണ് നമ്മളെ ഒരിതിപ്പോൾ എല്ലാത്തിലും ഉണ്ട് കേസ്. നമ്മളെ കെമിക്സിലൊക്കെ ഇതുണ്ടാകും, അപ്പോൾ അത് ഇൻസ്പയർ നമ്മൾ സെറ്റാക്കിയത് കേട്ടോ. ഓക്കെ, വേറെ ഒന്നുമല്ല, രസം ഉണ്ടാവും കേസ്. നിങ്ങൾക്ക് അത് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, ഞാൻ ഞങ്ങൾക്ക് ചെയ്തതാണ്. എന്തെങ്കിലും സൈൻ ബോർഡൊക്കെ വെച്ച് ക്ലിക്ക് ചെയ്യണം, അങ്ങനത്തെ ആണ് കേസ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ വിൽക്കുന്ന 9 ടൈപ്പ് ഓഫ് ഫുഡാണ്. പിന്നെ 2 വുഡ് നമുക്ക് ഇനി വരാണ്ട്, നെതർ വുഡ് വരാണ്ട്, പിന്നെ നെതർ വുഡ്സ് 2 ഉണ്ട്, അത് വരാണ്ട്. പിന്നെ ബാമ്പു വരാണ്ട്, അത് 2 ബാമ്പു ഫാം ഒക്കെ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ലീവ്സും വെക്കുന്നുണ്ട്. ലീവ്സ് നമ്മൾ ഓർഡർ അനുസരിച്ച് മാത്രമേ വെക്കുള്ളൂ, അല്ല നമ്മൾ ഷോപ്പിൽ കൊണ്ടുവന്നില്ല. ഒരു പാഴ്ചെലവാണ്. ഓക്കെ. അപ്പോൾ മാംഗ്രോവ്സ് മാത്രമേ കുറവ്, നമുക്ക് ബാക്കിയെല്ലാം നമ്മൾ അത്യാവശ്യം രീതിയിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ. നമ്മൾ ബാക്കിയൊരു സാധനങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ. നമ്മൾ മാംഗ്രോവ്സ് മാത്രം കുറച്ചധികം പാടാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ നമുക്ക് ഇനി സ്റ്റോക്ക് ചെയ്യാം, നമുക്ക് പിന്നെ ഫ്രീ ടൈം വളരെ കുറവാണ് കിട്ടുന്നത്. പിന്നെ ഇനി ഒരു ലെയറിനേ ഉള്ളൂ, അല്ല ഒരു നിലയുടെ ഉള്ളൂ. ഇതാണ് നമ്മളെ ലാസ്റ്റ് നില. ഇവിടെ നമ്മൾ നെതർ വുഡും വരിക, ബാമ്പും വരിക. അതിൻ്റെ ഞാൻ പറഞ്ഞില്ല കേസ്. ഓക്കെ. നമ്മുടെ നെതർ ഓപ്പൺ ആയിട്ടില്ല, നെതർ ഓപ്പൺ ആവുള്ളൂ. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ, ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ നമുക്ക് ഓരോരോ ചലഞ്ചും ഓരോ ടാസ്കും ചെയ്യണം. ഇനി നമുക്ക് ഒരു ടാസ്കിന് തീർക്കണം, നമ്മളൊരു മാപ്പ് റൂം ഉണ്ടാക്കണം, അതും പിന്നെ നമ്മളെ ഒരു ചലഞ്ച് ഉണ്ടായാലും നെതർ പോർട്ടൽ ബിൽഡ് അതാവും മിക്ക അടുത്ത എപ്പിസോഡ്. രണ്ടും ഒരു എപ്പിസോഡ് സെറ്റാക്കാൻ പ്ലാൻ ഉണ്ട്. ഈ ഞാൻ വെറുതെ ഡ്യൂറേഷൻ ഞങ്ങൾക്ക് കൂട്ടണില്ല കുറക്കണില്ല. ഞാനപ്പോൾ ഇനി എല്ലാവരും എപ്പിസോഡിൽ ഞാൻ എല്ലാവരുടെയും ഷോപ്പൊന്ന് നിങ്ങൾക്ക് ഓടിച്ച് കാണിച്ചുതരാം, വെറുതെ നിങ്ങൾക്ക് ഒരു ഇതായിക്കോട്ടെ. ഓക്കെ. ഫസ്റ്റ് നമ്മൾ വരുന്നത് നമ്മുടെ സ്നൈപ്പർ ബ്രോ, നമ്മുടെ സ്വന്തം സ്നൈപ്പർ നമ്മുടെ മല്ലു ബ്ലേഡിൻ്റെ ഷോപ്പാണ്. കുറേ ബുക്സ് ഉണ്ട്, ബുക്ക് ഷോപ്പാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലാവില്ലേ, ബുക്ക് ഷോപ്പാണ്. 2 നിലയുണ്ട്, 2 നിലയുണ്ട്. മുകളിലും അത്യാവശ്യം ബുക്സ് അവർ സെറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് വാങ്ങണം കേസ്. നമ്മൾ കുറച്ച് ബുക്സ് മാത്രം വാങ്ങി, നമ്മൾ ട്യൂഷനുള്ള ബുക്സ് മാത്രമേ മെൻറ്റ് വാങ്ങിയിട്ടുള്ളൂ. നമുക്കും കണ്ടില്ലേ, ഞാൻ ആർമർ വെക്കുന്ന ആളാണ്, എന്നിട്ട് ആർമറില്ല. കാരണം എന്താ കേസ്, ഞാൻ എൻചാൻമെൻറ്റ് സെറ്റായിട്ട് വെക്കാൻ വെച്ചിട്ടില്ല, അല്ലാതെ എനിക്ക് പൈസ ഇല്ലാന്നിട്ടല്ല. ഓക്കെ. സോ നമുക്ക് അടിക്ക് പോവാം. ഓക്കെ. നമ്മൾ കുറേ ബുക്സ് ഇവിടെ ഇതിലുണ്ട് കേസ്. അപ്പോൾ നിങ്ങൾ ദേവസ്വം പ്ലേസ് ബുക്ക് വേണമെങ്കിൽ നമ്മുടെ ബ്രോ സ്നൈപ്പറിന് ഇതൊക്കെ പെയ്ഡ് പ്രൊമോഷൻ ഇല്ല. ഓക്കെ. ഷോപ്പ് വേണത് ഡ്രോപ്പിൻ്റെ ഷോപ്പാണ്, ഡ്രോപ്പ് ഗോൾഡ് പറഞ്ഞൊരു ബ്രോൻ്റെ ഷോപ്പാണ്. ഇവർ വിൽക്കുന്നത് ആർമറാണ് കേസ്. മെയിനായിട്ട് നമ്മൾ ആർമർ വെക്കുന്നത് കുറേ കിറ്റ് പൈസ ആയിട്ട് വെക്കുന്നത്. പ്രൊട്ടക്ഷൻ പോലുള്ള ആർമർ ഉണ്ട്, പിന്നെ നോർമൽ ഡയമണ്ട് ആർമർ ഉണ്ട്, പിന്നെ അയൺ ആർമർ ഉണ്ട്. ഒരു നല്ല പ്രൈസിനൊക്കെ വിൽക്കുന്നത് കേസ്. ഓക്കെ. ഗുഡ് വെരി ഗുഡ്. ഓക്കെ. ഓക്കെ. പിന്നെ അടുത്തത് നമുക്കുള്ളത് അയൺ ഷോപ്പ് അല്ലേ, അയൺകുളത്തിലാണ് നോക്കിയത്. വില്ലേജർ പോലെ ഉണ്ട് കേസ്, കാണുമ്പോൾ ചെറിയൊരു വില്ലേജർ പോലെ ഉണ്ട്. ഇവൻ ചെറിയൊരു പൊട്ടനാണെന്ന് സംശയമുണ്ട്, കാരണം അവനെ കുറ്റം പറയില്ല. കാരണം ഇവിടെ ഒരു സ്റ്റാക്ക് അയണിന് 1 ഡയമണ്ട്, 1/2 സ്റ്റാക്ക് അയണിന് 1 ഡയമണ്ട്. അത് എന്തൊരു ലോജിക്കൽ ലെസ് കണ്ടൻറ്റാണ് കേസ്. ഓക്കെ. ഒരു ലോജിക്കുള്ള കണ്ടൻറ്റ് അല്ലത് ആണോ? അല്ല. പിന്നെ കേസ് ഇതാണ് നമ്മുടെ ഫുഡ് ഷോപ്പ്. ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്, കാരണം നമ്മുടെ ഇലക്ഷൻ നടന്നു, നമ്മൾ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ തോറ്റുപോയി കേസ്. ബാക്കി എല്ലാവരും കൂടി നമ്മുടെ കില്ലാടി കൂടെ തന്നെ ആളാക്കി, എന്താണ് ആളാക്കി, പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി. നമ്മൾ മൂഞ്ചിപ്പോയി. നമ്മളെല്ലാവർക്കും വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു, പക്ഷേ എല്ലാവരും കൂടി എന്നെ ചതിച്ചു. ഇതാണ് നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, കണ്ണ് തുറന്ന് മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഷോപ്പ് നമ്മൾ ഇത് കാണിച്ചതിൽ അവനെ തല്ലിക്കൊല്ലും, കാരണം അവൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്. പക്ഷേ നമ്മൾ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഇതുണ്ടാവുമല്ലോ. ഓക്കെ. ഇപ്പം ഇവിടുത്തെ നമ്മൾ ഗോൾഡൻ കാറ്റൊക്കെ വാങ്ങാറ്. ഞാൻ ഗോൾഡൻ കാറ്റ് ഇപ്പോൾ വാങ്ങി പോയിട്ടുള്ളൂ. അവൻ ഗോൾഡൻ കാറ്റ് സ്റ്റോക്ക് ചെയ്യും, ഞാൻ വന്ന് അത് സ്റ്റോക്ക് ഔട്ടാക്കും. അതെൻ്റെ പരിപാടി. ഓക്കെ. അത് നമ്മൾ ഡയമണ്ട് പൈല് കണ്ടില്ലേ. പിന്നെ ഇത് ടോട്ടൽ ഷോപ്പ്. അതിൻ്റെ മുന്നേ ടോട്ടൽ പോസ്റ്റാണ് കാണിക്കുക. ഓക്കെ. അതല്ലേ നമ്മുടെ ടോട്ടം, പിന്നെ നമ്മുടെ ബാഡോമൻ പോർഷനൊക്കെ ഉണ്ട്. ഞാൻ സ്പീഡിൽ കാണിക്കുക. ഓക്കെ. 2 ടോട്ടലിന് 1 ഡയമണ്ടാണ്. ഇത് പിന്നെ ബാഡോമൻ ഉണ്ട്, നമുക്ക് 5 ഡയമണ്ടാണ്. പിന്നെ അടുത്ത് നമ്മൾ അടിപൊളി ബിൽഡാണ് കേസ്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ റിസ്ലി ബ്രോഡാണ്, ഭയങ്കര അടിപൊളി ബിൽഡാണ് കേസ്. ഓക്കെ. പിന്നെ ആ അയൺ ഷോപ്പ് കാർവിൻ ബ്രോഡാണ്. ഓക്കെ. അത് പിന്നെ പറഞ്ഞിട്ട് വേണ്ട. ഓക്കെ. പിന്നെ 1/2 സ്റ്റാക്ക് 1 ഡയമണ്ടാണ് എല്ലാ വോളിനും. വെള്ളക്ക് മാത്രം എന്തോ ഒരു ഇതുണ്ട് തോന്നുന്നു, അതൊക്കെ കൃത്യം അറിയില്ല. ഓക്കെ. എന്തൊക്കെ കൂടെ എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആവണില്ല. ഗെയിമിൽ ക്ലിയർ ആവണ്ട, പക്ഷേ
വീട് ക്ലിയർ ആണല്ലോ ഒക്കെ എന്താ അറിയില്ല. ഓക്കെ പോട്ടെ. അപ്പം ഞങ്ങൾക്ക് അടുത്ത ഷോപ്പ് കാണാം. അടുത്ത ഷോപ്പ് നേരെ കാണാൻ നമ്മളെ പഞ്ചായത്ത് ഹൗസാണ്. പഞ്ചായത്ത് ഹൗസല്ലല്ലോ, പഞ്ചായത്ത് അത്രേ ഉള്ളൂ. ഇത് പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം. പിന്നെ ഈ ടെക്സ്ചർ ബാക്കിലുണ്ടാണ് ഈ കണ്ണാടി വരുന്നത്, വേറെ നല്ല. ഓക്കെ, ഇതിൻ്റെ ഇന്ത്യയിൽ വലിയതൊന്നുമില്ല. മുകളിൽ കുറച്ചൊരു മീറ്റിംഗ് റൂം ഉണ്ട്. ഞാൻ കാണിക്കില്ല, വെറുതെ ഡ്യൂറേഷൻ കൂട്ടില്ല. നമുക്ക് അടുത്ത് കുറച്ച് 2-3 ഷോപ്പുകൾ കാണാനുണ്ട്. പിന്നെ ഇതാണ് കേസ് നമ്മുടെ വേറെ അടിപൊളി ബിൽഡാണ് പിസ്റ്റൺ. ഇത് ജിൻവു ബ്രോ പറഞ്ഞ ഒരു ആളുണ്ടാക്കിയതാണ് എനിക്ക് തോന്നുന്നത്. ജിൻവു പറഞ്ഞ ഒരാളുണ്ടാക്കിയാണ്. ഇതിൽ മെയിൻ റെഡ് സ്റ്റോൺ ആണ് കേസ്. റെഡ് സ്റ്റോൺ ബ്ലോക്ക് 10 ബ്ലോക്കിന് 1 ഡയമണ്ട്. ഗുഡാണ് കേസ്. ഒക്കെ അത്യാവശ്യം ഫെയർ ആണെന്നൊക്കെ തോന്നുന്നുണ്ട്. കാരണം അത്യാവശ്യം ഫെയർ തന്നെയാണ് കേസ്. ഗുഡ് ആൾക്ക് ഫാം ഉണ്ടെന്നൊക്കെ അറിയില്ല. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ അടുത്തൊരു അഡ്മിനായിട്ടുള്ള നമ്മുടെ സ്വന്തം ചാർലി ബ്രോയുടെ സ്റ്റോൺ ഷോപ്പ്. ഇതിലൊന്നും ഇപ്പോൾ റീസ്റ്റോക്കിലേക്ക് ആവശ്യത്തിന് വന്നപ്പോൾ ഇവിടെ റീസ്റ്റോക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്ന ചാർലി ബ്രോ ഈ വീഡിയോ ഓക്കെ ഈ വീഡിയോ ചാർലി ബ്രോ ഈ വീഡിയോ കാണണമെങ്കിൽ ഉറപ്പായിട്ട് റീസ്റ്റോക്ക് ചെയ്യാം. ഓക്കെ, ബൈ നാട്ടിൽ ഹാറ്റ്. ഓക്കെ, ഇനി നമുക്ക് 2 ഷോപ്പ് കാണുള്ളൂ. പക്ഷേ ഒരു ഷോപ്പ് ഉണ്ടാക്കി തീർന്നിട്ടില്ല. ഈ ഷോപ്പ് ഉണ്ടാക്കി തീർന്നൊന്നും അറിയില്ല. ഇത് സ്റ്റോക്കൊന്നും വെച്ചില്ല. ഇത് ആരുടെ ഷോപ്പാണെന്നൊക്കെ അറിയില്ല. ഓക്കെ, ഇതെന്തോ ഡെക്കറേഷൻ ഷോപ്പ് തൊണ്ടന്ന് പോയി. ഓക്കെ, അതുപോലെ ഇത് നമ്മുടെ പോഷൻ ഷോപ്പാണ്, സ്റ്റോം ഗോഡിൻ്റെ. മറ്റേത് ആരാ ഉണ്ടാക്കിയത് അറിയില്ല. ഓക്കെ, മറന്നുപോയി. പോഷൻ ഷോപ്പ് സ്റ്റോം ഗോഡ്. ഓക്കെ, ഒരു അഡ്മിൻ പോലത്തെ ഒരാളാണ്, സ്റ്റാഫാണ്. പിന്നെ ഇതൊക്കെ നമ്മളെ ആൾക്കാർ ഇപ്പോൾ ഇപ്പോൾ ഒരു ആൾക്കാരൊക്കെ നമ്മൾ നന്നായി കളിക്കുന്നുണ്ട് നമ്മുടെ ദേവസ്ഥത്തിൽ. ഗുഡ് അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള സെർവർ നമ്മുടെ ദേവസ്ഥ. ആർക്കെങ്കിലും കയറണമെങ്കിൽ DC സെർവർ ഇതിൻ്റെ അടിയിൽ ഞാൻ കൊടുക്കാം. ഓക്കെ, ഞാൻ DC സെർവർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതിലാണ് നോക്കുന്നത് ഇപ്പോൾ സൂപ്പർ ഓപ്പ് ഏതാണ് നോക്കി നമുക്ക് ഡയമണ്ട് വെക്കണം. ഇന്ത്യയിലാണ് ഡയമണ്ട് മൊത്തം സ്റ്റോർ ആക്കി ഞാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയമണ്ട് വെക്കണം. അതിന് തന്നെ നമ്മുടെ സൂപ്പർ ഓപ്പ് ക്ലെയിം ചെയ്ത് ചെയ്താണ് നോക്കണം. അതാണ്. ഓക്കെ, ഗൺ പൗഡർ. നമുക്ക് ഇനി അടുത്ത ഷോപ്പ് വരാൻ നമ്മൾ ഗൺ പൗഡറാണ് നമ്മുടെ ടീം. പള്ളിമുക്ക്. ഓക്കെ, സോ നമ്മൾ നേരെ നമുക്ക് ഔട്ട്രോ പോവാം ഗൈസ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ വലിയ കണ്ടൻറ്റ് കുറവുള്ള വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ അടിപൊളി ബിൽഡ് തന്നെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കൺവേഴ്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതാക്കുക. കുറച്ച് ആക്റ്റീവ് ആവാം. ഓക്കെ, സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ലൈവ് ഒക്കെ വരും. പേടിക്കരുത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ മിക്കവാറും നമ്മുടെ 2 ടാസ്ക്കും ഒരു ചലഞ്ചും നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതാണ്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ. മിക്കവാറും നെക്സ്റ്റ് എപ്പിസോഡ് നമ്മൾ ലെറ്റ്സ് പ്ലേ ആകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കണം. കാരണം നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് കുറച്ച് നമ്മൾ ലെറ്റ്സ് പ്ലേ ചെയ്തു. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഇട്ടണം. സോ ഇറ്റ്സ് മീ അത്തൽ ഹാറ്റ് സൈനിങ് ഔട്ട് ഗൈസ്. ബൈ.